വിശദമായ വാർത്തകളിലേക്ക് തുടരെ റാഗിംഗ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കോഴിക്കോട് നിന്ന് ഇത്തരത്തിലൊരു അക്രമ വാർത്ത ലഭിക്കുന്നത്. കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരനായ ഫുട്ബോൾ താരത്തിന് ക്രൂരമർദ്ദനം. പരിശീലനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ മറ്റൊരു സ്കൂളിലെ കുട്ടികളാണ് മർദ്ദിച്ചത്. പരാതി നൽകിയിട്ടും കേസെടുക്കാതെ പോലീസ് വൈകിയെന്ന ആരോപണവും കൂടി നിലനിൽക്കുന്നുണ്ട്. 2 ആഴ്ച മുമ്പാണ് ഈ സംഭവം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസെ, ആ ദൃശ്യങ്ങളിലെ ആ അടിയുടെ ശബ്ദം നമുക്ക് അത്രയധികം അലോസരപ്പെടുത്തുന്നു നമ്മുടെ മനസ്സിനെ. കാരണം അത്രയധികം ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത്. സംഭവം എന്താണ്, എന്തിനു വേണ്ടിയാണ്? കാളിദാസ്, ഈ മർദ്ദനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ കുട്ടി പറയുന്നുണ്ട്, ഈ മർദ്ദനത്തിനിരയായ ഫുട്ബോൾ താരമായിട്ടുള്ള 8ാം ക്ലാസ്സുകാരൻ പറയുന്നുണ്ട്, തനിക്ക് തലവേദനയുള്ളതാണ്, താനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നയാൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഈ കുട്ടി അടിക്കുകയാണ്, തലയ്ക്കടിക്കുകയാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ കണ്ട ആ ദൃശ്യം എന്ന് പറയുന്നത്, ആ ദൃശ്യം ചിത്രീകരിച്ചത് പോലും ഈ അക്രമി സംഘത്തിൽപ്പെട്ട കുട്ടികളാണ് എന്നുള്ളതാണ്. അതായത് ഇത് നിനക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള മുന്നറിയിപ്പാണ്. യഥാർത്ഥത്തിൽ ഇവർ ആരെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് അയാൾക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് വ്യക്തമാക്കുക. അതായത് ക്രൂരമായൊരു മനസ്സാണ് ആ കുട്ടികളുടേത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതുകൊണ്ട് മാത്രമാണ് അവരുടെ പേരും മുഖവും ഒന്നും നമ്മൾ അത്ര വ്യക്തമാക്കാത്തത്. അത് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി തന്നെ ആരാണ് എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുൻപിൽ തന്നെ തുറന്നു പറയുമായിരുന്നു. പയ്യോളിയിലാണ് 2 ആഴ്ച മുൻപ് ഈ സംഭവം നടന്നത്. ആ കുട്ടിയുടെ കർണപുടം പൂർണ്ണമായും അടിച്ചു തകർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം കർണപുടം തകർന്ന ആ കുട്ടി കോഴിക്കോട് നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ഇപ്പോൾ 3 മാസത്തേക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പ്രകാരം വിശ്രമത്തിൽ കഴിയുകയാണ് ആ കുട്ടി. ആ കുട്ടിയുടെ കേൾവിശക്തി ഉൾപ്പെടെയുള്ള കർണപുടത്തിൻ്റെ തകർച്ച മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ കേൾവിശക്തി വീണ്ടെടുക്കണമെങ്കിൽ ഈ 3 മാസത്തെ വിശ്രമം അനിവാര്യമാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇത് ആദ്യം പയ്യോളിയിലെ ലോക്കൽ പോലീസിൽ ഈ ഫുട്ബോൾ താരത്തിൻ്റെ കുടുംബം പോയി പരാതി നൽകിയിരുന്നു. ഈ 8ാം ക്ലാസ്സുകാരൻ്റെ കുടുംബം പോയി പരാതി നൽകിയിരുന്നു. എന്നാൽ ആദ്യം ലോക്കൽ പോലീസ് ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പിന്നീട് പോലീസ് കേസെടുത്തത്. കേസെടുക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുള്ളത്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ പോലീസിന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനാവാത്ത സാഹചര്യമാണ്. ഇനി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് സമർപ്പിക്കും. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡായിരിക്കും ഇതിലുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുക. കാളിദാസ്. റിയാസെ, എന്നിരുന്നാലും അതിനുവേണ്ടി ഇപ്പോൾ പോലീസ് അധികൃതർ 2 ആഴ്ച കാത്തിരിക്കണമായിരുന്നോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഈ ഒരു പരാതി പോലീസിന്റെ ഭാഗത്തേക്ക് എത്തിയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അടുത്തേക്ക് ഇത് സമർപ്പിച്ച് ബാക്കി നടപടികളിലേക്കൊക്കെ ഈ ഒരു സമയം കൊണ്ട് തന്നെ കടക്കാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വൈകൽ ഈ ഒരു സംഭവത്തിൽ വന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായും, കാരണം നിയമപാലകരാകേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം ഒരു അനാസ്ഥ കാണിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നാളെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പയ്യോളി പോലീസിന്റെ ഭാഗത്തുണ്ടായ ഈ വീഴ്ച ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു വീഴ്ചയല്ല. കുടുംബം ആരോപിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ, പയ്യോളി പോലീസ് തുടക്കത്തിൽ കേസെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണെങ്കിൽ, ആ വീഴ്ച ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ്സുകാരന് മർദ്ദനമേൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അത് പരസ്യമായി തന്നെ മൊബൈലിൽ പകർത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി. ആ കുട്ടി പറയുന്നുണ്ട് ഈ ദൃശ്യത്തിൽ തന്നെ, തനിക്ക് തലവേദനയുള്ള ആളാണ്, തലയ്ക്കടിക്കല്ലേ, ഒപ്പം തന്നെ താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇതിൻ്റെ ഒരു കാരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നത് 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നമാണ്. പയ്യോളിയിലെ 2 ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ
വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫുട്ബോൾ താരമായ ഈ കുട്ടിയെ പരിശീലനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സ്കൂൾ അധികൃതർക്കും വലിയ തോതിൽ തന്നെ ഇതിൽ നിന്നൊന്നും കൈകഴുകാനാവില്ല. കാരണം ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ, രണ്ട് വിദ്യാലയങ്ങളിലെ കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിച്ച് അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് ഈ അധ്യാപകർ എന്നൊക്കെ പറയുന്ന വിഭാഗം. പക്ഷെ അവർ അതിന് തയ്യാറാവാത്തിടത്തോളം കാലം ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് ഒരേ സമയം തന്നെ പോലീസിനെ പോലുള്ള നിയമപാലകരുടെ ഒരു വീഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് അധ്യാപകരുടെ ശ്രദ്ധയില്ലായ്മയായിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്തപ്പെടാവുന്നതാണ്.